കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എന്താണോ അത് നടത്താമെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടൈപ്പ് 3 മോഡൽ വണ്ടിയാണ്. 2013 മോഡൽ ഇന്നോവയാണ്. അപ്പോൾ 2013 മോഡൽ വൈറ്റ് കളർ ഇന്നോവയാണ്. ഇതിന് വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി തന്നെയാണ്. പക്ഷേ കസ്റ്റമർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നോവയുടെ ചെറി റെഡ് എന്ന് പറയുന്ന പഴയ കാലത്ത് ഒരു കളർ ഇറങ്ങിയിരുന്നു. ആ ഒരു കളർ നമ്മൾ ഈ ഒരു വണ്ടിയും അടിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു അതൊരു പഴയ കളറാണ്. പക്ഷേ ആ ഒരു കളർ ടൈപ്പ് 4 അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് 3 വണ്ടി നമ്മളിവിടെ പെയിൻറ്റിങ് ചെയ്ത് പോയിട്ടുണ്ട് ആ ഒരു കളറ്. പക്ഷേ ആ ടൈപ്പ് 4 അടിക്കുമ്പോൾ അതിനും ഒരു ഭംഗി തന്നെയുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി വന്ന മറ്റൊരു വണ്ടിയാണ് ഈ ഒരു ഇന്നോവ എന്ന് പറയുന്നത്. 2012 മോഡൽ രജിസ്ട്രേഷൻ ഇന്നോവയാണ്. വൈറ്റ് കളർ വണ്ടിയാണ്. സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മേജറായിട്ടുള്ള ഡെൻഡിങ്ങോ തുരുമ്പിൻ്റെ ഇഷ്യോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾക്ക് വന്നിരുന്നത് ചെറി റെഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ചെറി റെഡ് എന്നല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേര്, പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണെന്നുള്ളത്, അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം നമ്മളുടെ പുതിയ ഗാരേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു വണ്ടി നമ്മൾ ചെറി റെഡ് എന്ന് പറയുന്ന ആ കളർ അടിച്ച് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ സ്റ്റോക്ക് ലുക്കായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് വണ്ടി എങ്ങനെയാണ് ടൈപ്പ് 3 മോഡലിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ചെറി റെഡ് കളേഴ്സിന് ആ ഒരു റെഡ് കളേഴ്സിന് സെൻറ്ററിൽ ആ ഗ്രില്ല് ഫുള്ളായിട്ട് ക്രോം വരും. അതിൻ്റെ ഭംഗിയൊന്നും മറ്റൊന്ന് തന്നെയാണ്. അപ്പോൾ അത് കാരണം ടൈപ്പ് 4 കൺവേർട്ട് ചെയ്താൽ കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് കസ്റ്റമറോട് പറഞ്ഞാൽ ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളാനായിട്ട് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ആ വണ്ടി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു വലിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ മാറിയിട്ടാണ്. ഓൾറെഡി ടൈപ്പ് 3 ആയിരുന്ന വണ്ടി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് ചെറിയ റെഡ് കളർ അടിച്ച് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടെക്നീഷ്യനാണ് നമ്മുടെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല, കാരണം ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഇടണേ, ഒരു എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ കാണുക. അപ്പോൾ വണ്ടിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അടുത്തല്ലാത്ത കാരണം ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ ആ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടെക്നീഷ്യൻ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ വീഡിയോ നമുക്ക് കാണാം, ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇട്ടേക്ക്. ഒരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു, ആ വണ്ടിയിൽ നിന്ന് ഈ മോഡലിലേക്ക് മാറ്റിയിട്ടാണ്.